മനുഷ്യൻ മരിക്കാത്ത കാലം. നിങ്ങളോട് ആദ്യ ദിവസം തൊട്ട് ഞാൻ സയൻസിലാണ് തുടങ്ങിയത്. 1, സൂര്യൻ കൊല്ലും. 2, ആകാശത്തിൽ നിന്ന് നക്ഷത്രം വീഴും. 3, വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും, അമ്ലമഴ. 4, ഈ കുഞ്ഞു വായിച്ചു, മലയും ദ്വീപും ഇടിഞ്ഞു പോകും. നല്ല പ്രസംഗമായിരുന്നത്, യൂട്യൂബിൽ വരുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കാം. അതിനുശേഷം ഇന്നലെ രാത്രി പ്രപഞ്ചത്തിൻ്റെ ഒരു കാര്യവും കൂടെ പറഞ്ഞു, രക്തചന്ദ്രനും പറഞ്ഞു. ഇനി അടുത്തത് മഞ്ഞാലുമോട് ലോകം കാണാൻ പോകുന്നു. അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്നു. അന്ത്യദിനങ്ങൾ, വൾക്കാനോ എക്സ്പ്ലോഷൻ. വായിക്കാം മോനെ, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2, 3 വാക്യങ്ങൾ. അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്നു. അഗ്നിപർവ്വതം, വെളിപ്പാട് 9, 2, 3. മരണം കിട്ടാത്ത കാലം. മോൻ വായിച്ചാട്ടെ, അഗ്നിപർവ്വതം, വെളിപ്പാട് പുസ്തകം 9, 2, 3 വാക്യങ്ങൾ വായിക്കാം. അവൻ അഗാധകൂപം തുറന്നു. അഗ്നിപർവ്വതത്തിന് അഗാധ കൂപം, ഭൂമിക്കടിയിൽ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ 256 അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത വാക്ക്, ഉടനെ പെരുംചൂളയിലെ പുക പോലെ. പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കേട്ടോണേ, ഈ അഗ്നിപർവ്വതം പൊട്ടിയാൽ സ്തോത്രം, ആകാശത്തിൽ നിന്ന് പുക. ഈ റൂട്ട് ഇഷ്ടം പോലെ കശുവണ്ടി ബാക്കിയുണ്ട്. കേരളക്കാരെല്ലാം സമരം ഉണ്ടാക്കിയുണ്ടെങ്കിൽ തമിഴ്നാട്ടിലോട്ട് കയറിയത് സ്തോത്രം. അവിടുത്തെ പുകക്കൊള്ളിൽ നിന്ന് ആകാശത്തോട്ട് പുക പോകുന്നുണ്ടല്ലോ. ആകാശത്തിലേക്ക് പുക പൊങ്ങിയാൽ അന്ധകാരം ഭൂമിയെയും, ബാക്കി മിണ്ടുന്നില്ലല്ലോ, കൂരിരുട്ട് ജാതികളെയും മൂടും. ക്ലിയറാ സ്തോത്രം. റഷ്യയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി, ഐസ്ലാൻഡിൽ 40 ദിവസം പ്ലെയിൻ ഓടിയില്ല. കോവിഡ് അല്ല, ഏറ്റവും നിർണായകം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയിൽ നിന്ന് ഒരുവൻ വരും. കോവിഡ് വൈറസ് അല്ല, അടുത്ത വരാൻ പോന്നു. വായിക്കാം, പുകയിൽ നിന്ന് വായിച്ചാട്ട് മോനെ, പുകയിൽ നിന്ന്. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അന്ധകാരം ഭൂമി, കൂരിട്ട് ജാതി. അടുത്ത പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമി. പുതിയൊരു കാര്യം വരുന്നു, വെട്ടുക്കിളി. നല്ലൊരു സാധനം വരാൻ പോന്നു. ഇന്ന് രാത്രി പുകയ്ക്കകത്ത് വെട്ടുക്കിളിയുണ്ടോ? പണ്ട് എവിടെയോ ഒരു കാര്യം ഇത് പ്രസംഗിച്ചോ ആരാണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെ ഒന്നും പറയരുത്, ഭൂമിക്കടിയിലെങ്ങാനും വെട്ടുക്കിളി കിടക്കുമെന്ന്. ഈ ഗൾഫ് രാജ്യത്തിൽ പോയ ആരെങ്കിലും ഉണ്ടോ? വിസയൊന്നും വേണ്ട, അവസാനം ഒന്നുകൂടെ കൈ ഉയർത്തണം. ഗൾഫ് രാജ്യത്തിൽ പോയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കരം ഉയർത്തിയാട്ടെ. ഗൾഫ് രാജ്യം, അമ്മമ്മയുണ്ട്. ഇപ്പം പല കരങ്ങളും വരുന്നു. അവിടെ മണലിനടി പാമ്പുണ്ടെന്ന് വല്ലോരും അറിഞ്ഞിട്ടുണ്ടോ? കരം ഉയർത്തിയാട്ടെ. മോൻ നല്ല ക്ലിയറാക്കി. ഗൾഫിലെ ചൂട് 50. 50ൻ്റെ ചൂടിലടിയിലും ഈ മണലിനകത്ത് നീർക്കോലി പോലെ കിടക്കുന്ന പാമ്പ് അവൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ എത്ര? ഇവിടെ 28 ഡിഗ്രി ചൂടടിക്കുമ്പോൾ മഞ്ഞാലുമോട് കുഴിത്തറ റൂട്ടി അവ ഇങ്ങനെ നിൽക്കുക. പ്രൈസ്തലോട് വാരത്തിൽ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് കര ഉയരുന്നില്ലല്ലോ സ്വത്രം. അതുകൊണ്ടാണ് രാത്രി അച്ഛനും അമ്മമ്മയും പോകുമ്പോൾ ഇങ്ങനെ പത്തിയായിട്ട് നിൽക്കുന്നത്. അവന് നിൽക്കാൻ വയ്യ. 28 പ്രൈസ്തലോട് അന്നേരം കാണിക്കുന്ന സ്വത്രം. അപ്പോൾ ഭൂമിക്കടിയിൽ മണലിനകത്ത് പാമ്പുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിക്കടിയിൽ ലാവയ്ക്കകത്ത് വെട്ടുക്കിളിയുണ്ട്. അഗ്നിപർവ്വതം പൊട്ടു. ആ അഗ്നിപർവ്വതം പൊട്ടിയത് 2004 ഡിസംബർ 26 സുനാമി. അങ്ങനെ വല്ലതും കേട്ടോ? കൊല്ലങ്കോടൊക്കെ അറിഞ്ഞോ? തമിഴ്നാട് കടലിനൊപ്പം. അപ്പം ബൈബിൾ ശരിയായില്ലേ? കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് ബാക്കി പറ നിരാശയോടുകൂടിയ പരിഭ്രമ. എത്ര ക്ലിയറാ ബൈബിൾ അന്ത്യകാല സംഭവങ്ങൾ. ഇത് കണ്ടില്ലേ? തിരമാല പോയ പോക്ക് കണ്ടില്ലയോ? അവിടെ പൂവാറിലും കൊല്ലങ്കോടിലും എല്ലാത്തിനും തീർത്തില്ലേ? 3 ലക്ഷം പേരാ പോയത്. അന്നൊരു നല്ല ദ്വീപുണ്ടായിരുന്നു, ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയുടെ സുന്ദരിയാര്? ഇന്ത്യയുടെ സുന്ദരി കാവ്യമാധവനല്ല, ആൻഡമാൻ നിക്കോബാർ. സ്വോത്രം. 2 അടിയാ താന്നേന്ന് സുനാമി. എല്ലാ മലയും പോകുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, കടൽ തീരത്തൊന്നും പോയി ഫ്ലാറ്റ് മേടിക്കരുത്, നിങ്ങൾ ഫ്ലാറ്റായി പോ. സ്വോത്രം. പണ്ട് ശംഖുമുഖത്ത് പോയി കടല കുറച്ചുകൊണ്ട് കിടന്ന് അറിയാമോ അമ്മമ്മേ? ഇന്ന് അവിടെ അങ്ങ് പോവല്ലേ, തീര നമ്മളെ മുക്കി കളയും. സ്വോത്രം. ശംഖുമുഖം എല്ലാം തീർന്ന് പൂവാറിലും കടലെടുക്കും. സ്വോത്രം. ഇതെല്ലാം അന്ത്യദിനങ്ങൾ. കൊച്ചി 2030 ശേഷം മിക്കവാറും എല്ലാം കടൽ വെള്ളത്തിൽ കയറി വച്ചായ. സ്വോത്രം. എന്നാൽ കോഴഞ്ചേരിക്കാരി ഒരു അമ്മമ്മ യൂട്യൂബിൽ പ്രസംഗം കേട്ടിട്ട് പറയും, 10 വർഷം മുമ്പേ പാസ്റ്റർ പ്രസംഗിച്ചിരുന്ന 55 കൊടുത്ത് ഞാൻ കൊച്ചി ഫ്ലാറ്റ് മേടിക്കത്തില്ലായിരുന്നു. സ്വോത്രം. ഇപ്പം വിൽക്കാനും കളയാനും വയ്യ. കോഴഞ്ചേരിയിൽ നിന്ന് ഓടിപ്പോയതാ. സ്വോത്രം. എവിടെ പോയെന്നറിയാമോ? കൊച്ചി ഫ്ലാറ്റിനകത്ത് ആരും മേടിക്കത്തില്ല, വെള്ളം കയറുമെന്ന് പേടിച്ചിരിക്കുക. സ്വോത്രം. അതുപോലെ കടലിളകും, സുനാമി. അങ്ങനെയെങ്കിൽ പുകയിൽ നിന്ന് വെട്ടുക്കിളി. 1986 ഹാമറൂൺ അഗ്നിപർവ്വതം പൊട്ടി, ഒരു പ്രത്യേക കിളി ഇറങ്ങി, ലോകം ഞെട്ടിപ്പോയി. 2013 അടുത്ത സംഭവം എന്താണെന്നറിയാമോ? ആ കണ്ണൂർ അഞ്ചരക്കണ്ടി രാവിലെ 5:30 മണിക്ക് 20 പാമ്പുകൾ പറന്നു. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിപ്പോൾ ലോകം ഞെട്ടിപ്പോയി. ചൂട് കൂടി. പാമ്പിന് കുഞ്ഞുങ്ങൾക്ക് പടം പൊഴിക്കാൻ പറ്റിയില്ല. താഴെ മുറിഞ്ഞപ്പം നമ്മുടെ കോഴിക്കുഞ്ഞ് കയ്യാലെ ചാടുന്ന പോലെ പാമ്പ് വന്ന് ടച്ചപ്പ് ചെയ്തത്. സ്വോത്രം. 20 പാമ്പ് പറന്ന് കണ്ണൂരിൽ. പേപ്പറുകാരൻ ഓടിപ്പോയി. സകലരും ജീവനും കൊണ്ട് ഒരു പാമ്പിനെ പിടിച്ചപ്പോഴെ കാര്യം പിടി കിട്ടിയ പടം പൊഴിയാതെ ചിറകായി മാറി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ
പുകയിൽ നിന്ന് വെട്ടുക്കിളി. ആ വെട്ടുക്കിളി എങ്ങനെ ഇരിക്കും മോൻ? അതുകൂടെ വായിച്ചാട്ടെ. വെട്ടുക്കിളി എങ്ങനെ ഇരിക്കും? അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നല്ല വാലുണ്ടായിരിക്കും, തേളിനുള്ള ശക്തി, അത് മതി വാലിനകത്ത്. അപ്പം നമ്മുടെ മഞ്ഞാലമുട്ടി കറിയാച്ചായനും നാരായണൻ ചേട്ടനും ശങ്കരൻ ചേട്ടനോട് ഇന്നത്തെ ലോക സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കിളി ഇങ്ങനെ പറന്നു വരും. അവർ പറയും, നല്ല അരുമയാന കിളി, കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈകിളിയെ കറുകമല കതിര് കൊയ്യാൻ വാ സ്വോത്രം. ആ കിളിയല്ല ചായ, എല്ലാത്തിനും ഓരോ കുത്തങ്ങ് കൊടുക്കും. സ്വോത്രം കണ്ടോ? സ്വോത്രം. അതിൻ്റെ വേദന വായിക്കാം. കോവിഡ് വന്നാൽ 14 ദിവസം കൊണ്ട് ഔട്ടാക്കാം, നെഗറ്റീവ്. പക്ഷേ ഇത് നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? അടുത്ത വാക്കൂടെ മോൻ വായിച്ചാട്ടെ. വെട്ടുക്കിളിക്ക് നാട്ടുകാർ കേൾക്കട്ടെ മോനെ, ഇതൊക്കെ സൂചിച്ച പ്രസംഗം അല്ല. വീട് കാറൊക്കെ അതൊക്കെ കിട്ടും. വായിച്ചാട്ടെ. ഇതൊക്കെ നിൽക്കണോ പോണോ നിന്ന് തീരുമാനിക്കുക. അടുത്ത വാക്ക് അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ അതിന് അധികാരം ലഭിച്ചു. ഒരു കുത്ത് കിട്ടിയ 5 മാസം അതിവേദനയാണ്. കോവിഡ് വന്നിട്ട് നമ്മൾ 14 ദിവസം കൊണ്ട് ഇഞ്ചിച്ചാറും മഞ്ഞളും മൂക്കിനകത്ത് നെബുലൈസേഷനും ഒക്കെ അടിച്ച് ഉള്ള തൊണ്ടയ്ക്ക് കിലുകിലൊക്കെ അടിച്ച് അവനെ ഔട്ടാക്കി. സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, യവൻ കുത്തിയാൽ 5 മാസം അതിവേദന. നാടൻ മലയാളം, ഒരു സാധാരണ ഭാഷ. മഞ്ഞാലിമുട്ടിൽ അവറാച്ചാൻ, ശോശാമ്മ രാവിലെ അവറാച്ചാൻ കാപ്പി കുടിച്ച് മലയാള മനോരമ വായിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മമ്മ 2ാമത്തെ ചൂടുവെള്ളമായപ്പോൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുക. ഒരു കിളി ഇങ്ങനെ പറന്നു വരും. ശോശാമ്മ പറയുക, അച്ചായ നമ്മുടെ കഷ്ടകാലം മാറാറായി, പച്ചവെട്ടിൽ വരുന്നെന്ന്. സ്വോത്രം. അമ്മമ്മ ഇത് പച്ചവെട്ടിലല്ല സ്വോത്രം, ഇതെന്തുവാ? കാപ്പി കുടിക്കുന്ന അച്ചായനൊരു കുത്ത്, അമ്മാമ്മയ്ക്കൊരു കുത്ത്. കല്യാണം കഴിഞ്ഞ മോള് ജിത്തുമോനും ജോസ്മയും കൂടെ കട്ടിലേ കിടന്ന് രാവിലെ ഉറങ്ങുക, വാലകത്തോട്ട് കയറ്റി ഓരോ കുത്ത്. സ്വോത്രം. അന്നത്തെ അതിവേദന തേൾ മനുഷ്യനെ കുത്തുന്നത് പോലെ. ലോകത്തിലെ ഏറ്റവും വലിയ വേദന ക്യാൻസറിൻ്റെ വേദന. സ്വോത്രം. എനിക്കിത് അറിയാൻ കാര്യം പുഷ്പരാജവ്രതൻ അറിയാം. എൻ്റെ കുഞ്ഞ് 2ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നിട്ട് 5ാമത്തെ വയസ്സിലാണ് ക്യാൻസർ മരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ അറിയുന്ന ഒരു കുഞ്ഞിന് പോലും ഈ രോഗം വരരുത്. സ്വോത്രം. എൻ്റെ കണ്ണിന് മുൻപിലാണ് എൻ്റെ കുഞ്ഞ് പടഞ്ഞു മരിച്ചത്. സ്വോത്രം. ഇതൊന്നും ഈ പ്രസംഗിക്കുന്നവർക്കെതിരെ പച്ചയ്ക്ക് സ്റ്റേജിൽ കൂടെ ആക്ഷേപം പറയും, ഇതിനകത്തും പറയും. ഞങ്ങളൊക്കെ എന്ത് വേദന കൊടുത്തായി പ്രസംഗിക്കുന്നതെന്നറിയാമോ? ഈ കീബോർഡ് വായിക്കുന്ന ഈ മോനുണ്ട്, പ്രതിനുണ്ട്, നിങ്ങൾക്കറിയണം. ഏകദേശം 2017 ബാലരാമപുരത്തിനടുത്ത് AGയുടെ കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേജിനകത്ത് രക്തം ഛർദ്ദിക്കുന്നത്. ഇതായിരിക്കുന്ന സാക്ഷി. ഇവർക്ക് വല്ലതും അറിയാമോ ബാബു പാസ്റ്റർ ഈ പ്രസംഗിക്കുന്നവരെ പറ്റി? ഇതായിരിക്കുന്നു. അന്ന് അവിടെ ഒരമ്മച്ചി ആ പ്രസംഗം കണ്ടുകൊണ്ട് നിന്ന് അമ്മച്ചി അവിടെ കുഴഞ്ഞു വീണതാണ്, വെള്ളം കൊടുത്താൽ ശരിയാക്കിയത്. സ്വോത്രം. അന്ന് ഞാൻ പ്രസംഗം നിർത്തിയില്ല, അവിടുത്തെ ഹൈന്ദവർ മൊത്തവും കണ്ടു. ഇപ്പം നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെമ്പൂരിനകത്തൊരു വീട്ടുമുറ്റത്ത് ഏറെ വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവിടെ പ്രസംഗിച്ചപ്പോൾ 100-400 പേരുണ്ട്, കത്തോലിക്കക്കാർ, CSIക്കാർ. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തത്. സ്തോത്രം. അതിന് ചില പെന്തിക്കോസുകാർ ഇന്നും പോസ്റ്റ് ചെയ്തേക്കുക, യവൻ തൊണ്ട തുറന്ന് ചുമ്മാ അലറിയോണ്ടാ രക്തം ഛർദ്ദിച്ചെന്ന്. സ്വോത്രം. ഞങ്ങളുടെ ആഗ്രഹം എന്താ? എത്ര തൊണ്ട പോയാലും വേണ്ടിയല്ല, ഒരാളെങ്കിലും രക്ഷിക്കപ്പെടണം. സ്വോത്രം. എത്ര വേദന സഹിച്ചാൽ ഞങ്ങളൊക്കെ സ്റ്റേജിൽ നിൽക്കുന്നതെന്നറിയാമോ? പലർക്കും ഇതറിയത്തില്ല. 2 മണിക്കൂർ പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ നാവിനകത്ത് വരുന്നത് രക്തത്തിൻ്റെ മണവും സ്മെല്ലുമാ. പോസ്റ്റ് ഇടുന്നവരോട് ഇന്ന് പറയുക, സ്റ്റേജിൽ കൂടെ കുറ്റം പറയുന്നവരോടും പറയാം, മക്കളെ ഞങ്ങളൊന്നും വിശുദ്ധരോ പൂർണ്ണരോ ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ വചനം പ്രസംഗിക്കണമെങ്കിൽ 1 ഉയരത്തിലെ കൃപ, 2 ജീവിതത്തിലെ ത്യാഗം, എല്ലാം സഹിപ്പാനുള്ള കൃപയുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പുഷ്പരാജ് ബ്രദറിനൊക്കെ അറിയാം. അതുകൊണ്ട് ഇന്നും എൻ്റെ ആഗ്രഹം ഒരുത്തർക്കും ക്യാൻസർ വരരുത്. ഇന്നും കിട്ടുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ക്യാൻസറിൻ്റെ വേദന വരുമ്പോൾ കൊടുക്കുന്നത് മോർഫിൻ. 6 മണിക്കൂർ. BSc നേഴ്സ് പിള്ളേർക്കറിയാം, 6 മണിക്കൂർ കഴിയുമ്പോൾ ഞെട്ടി ഉണരും. ആ ക്യാൻസറിനേക്കാളും വലിയ വേദനയാ ഈ വെട്ടുക്കിളി കുത്തിയാൽ. അക്കാലത്ത് ഇനി വായിച്ചാട്ടെ. അതിന്റെ വെളിപ്പാട് 9:5-6. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. മനുഷ്യൻ അതിവേദന കൊണ്ട് മരണം അന്വേഷിക്കുമെന്ന്. സ്വോത്രം. അടുത്തത് മരണം കാണുകയില്ലതാനും. മരണം കാണുകയില്ല. അടുത്തത് മരിക്കുവാൻ കൊതിക്കും. ഇന്ന് ജീവിക്കാനല്ലയോ കൊതിക്കുന്നത്? മാഞ്ഞാലിമുട്ടി ഒരു അച്ചുപച്ചൻ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നിങ്ങൾ വട്ടിപ്പലിശയ്ക്ക് കാശെടുത്ത് നിംസി കൊണ്ടുപോയി ഹാർട്ടിന് പൈപ്പ് ഇടും, ആൻജിയോപ്ലാസ്റ്റ്. സ്വോത്രം. അപ്പച്ച 80 ആയാലും നിൽക്കട്ടെന്ന്. സ്വോത്രം. ഇന്ന് ജീവിക്കാൻ കൊതിക്കും, അന്ന് മരിപ്പാൻ കൊതിക്കും. അടുത്തത് മരണം അവരെ വിട്ടു ഓടിപ്പോകും. കരമുയരുന്നില്ലല്ലോ. മരണം കിട്ടാത്തൊരു കാലം കർത്താവിന്റെ വരവിൽ. സയൻസോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അന്ന് ഈ കുത്തേറ്റ് ആൾക്കാർ വെള്ളത്തിൽ പോയി ചാടും. കഴുത്തിന് ചുറ്റും ഒരു സാധനമുണ്ട്, ക്രോമസോം. അത് വെള്ളത്തിൽ താഴുമ്പോഴാണ് ആൾക്കാർ മരിക്കുന്നത്. ഇന്ന് രാത്രി
ക്രോമസോൺ ഡിവൈഡ് ആകത്തില്ല. വെള്ളത്തിൽ വീണവൻ വണ്ടിയുടെ ട്യൂബ് കിടക്കുന്ന പോലെ അവിടെ കിടക്കും, തീർന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ കാര്യം, എന്നാൽ മരത്തിൽ പോയി കെട്ടി തൂങ്ങാന്ന് വിചാരിക്കും. മരത്തിൽ കെട്ടി തൂങ്ങിയാൽ യൂദാ കിടന്ന പോലെ കെട്ടുമുറിവ് ക്രോമസോൺ ഡിവൈഡ് ചെയ്യത്തില്ല. മാർത്താണ്ഡത്തുനിന്ന് ഫയർഫോഴ്സ് വന്നിറക്കും. എന്നാ വിചാരിക്കാം കുഴിത്തറ പോയി റെയിൽവേ സ്റ്റേഷൻ ചാടാന്ന്. ട്രെയിൻ വരും, ശരീരം മുറിയും. പക്ഷെ ക്രോമസോൺ പെരുമ്പാമ്പൊട്ടുന്നത് പോലെ ശരീരം ഒട്ടി മനുഷ്യൻ മരണം അന്വേഷിക്കും. മരണം അവരെ വിട്ടുപോകും. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? മഞ്ഞാലുമൂട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി വരാനിരിക്കുന്ന കോവിഡ് ലോക സംഭവങ്ങളും കണ്ടിട്ട്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട്, ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? ഒരു രാത്രി കൂടി മഞ്ഞാലുമൂടിനോട് ഇന്ന് രാത്രി പറയുന്നു, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ശ്രോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ചാര് പറയൂ, ഇന്ന് രാത്രി യേശു എൻ്റെ ഏക ദൈവ, ഇന്ന് രാത്രി യേശു എൻ്റെ ഏക രക്ഷിതാവ്, ഇന്ന് രാത്രി യേശു എൻ്റെ കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. നിർത്താം. അങ്ങനെയെങ്കിൽ മഞ്ഞാലുമൂട്ടുകാർക്കൊരു സംശയം, നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? അതുകൂടെ പരിചയപ്പെടുത്താം. ആ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും പറയാം. എന്താ വീട്? വൈക്കം യോഹന്നാൻ 14:1-2-3. നിങ്ങളുടെ ഹൃദയം വായിച്ചിട്ട് മനെ അവസാന ഭാഗങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 3 ദിവസത്തെ സുവിശേഷ പ്രസംഗം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിക്കുക, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ. എന്റെ അപ്പച്ചന്റെ വീട്ടിൽ, തമിഴ് ബൈബിൾ കറക്റ്റ്, അപ്പാവുക്ക് വീട്ടിൽ കൊട്ടാരം ഇരിക്കുന്നത് തീർന്നില്ല. ഇംഗ്ലീഷ് ബൈബിൾ മൈ ഫാദേഴ്സ് ഹൗസ് മോർ ബൾക്ക് ഓഫ് പാലസ്. അങ്ങനെയെങ്കിൽ അപ്പച്ചന്റെ വീട്ടിൽ കൊട്ടാരം ഇരിക്കുന്നത്. യേശു എന്തിനാ പോയത്? ഖത്തർ ക്രിക്കറ്റിന് പോയാന്നോ? ഫുട്ബോൾ ലോകകപ്പിന് പോയതാന്നല്ലോ. വായിച്ചിട്ട് മനെ അടുത്ത വാക്ക്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. മരണ വീട്ടിൽ പറയുന്ന കാര്യമല്ല. യേശു പോയത് വീടൊരുക്കുവാൻ. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഒരുക്കി നമ്മെ ചേർക്കുവാൻ നാഥൻ വരാറായി. മോൻ മാറ്റല്ലേ? ദാ കിടക്കുന്നു. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴും ആരാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്ന ബാപ്പുജി, അതുപോലെ നെഹ്റുജി, ഇന്ദിരാജി, രാജീവ് ഗാന്ധി, എല്ലാവരും രാജ്ഘട്ടിൽ. അപ്പുറത്തേക്ക് പോയാൽ റഷ്യയിലെ കമ്മ്യൂണിസത്തിന്റെ നേതാക്കൾ ആരൊക്കെയാ? ലെനിൻ, അത് കഴിഞ്ഞ് സ്റ്റാലിൻ, ബ്രിട്ടനിൽ മാർക്സ്, ഇവരെല്ലാം കാറൽ മാർക്സിന്റെ കല്ലറ ബ്രിട്ടനിൽ, ഇവരെല്ലാം ഏംഗൽസ് ഒക്കെ അവിടെ കിടക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പടിഞ്ഞാറേ പലസ്തീന്റെ ചരിവിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ അവിടെ തുറന്നു കിടക്കുന്നു. അവിടെ എവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബലക്കറ്റയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി വീടൊരുങ്ങി. ഇതാണ്ട് സോളാർ പ്ലാനറ്റ് 9 ഗ്രഹങ്ങളാ മിൽക്കി വേ ഗാലക്സിയിൽ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. കേൾക്കണം, ഇന്ന് 9ാമത്തെ ഗ്രഹമില്ല. നല്ല കാര്യം. ബാബുപാസ് പറഞ്ഞ ക്ലിയർ. ഇവിടെ ഒരു യോഗം വെക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കുപ്പക്കുന്നായിരുന്നു. റബ്ബറിന്റെ ചില്ലയൊക്കെ അതാണ്ട് പാസ്റ്റർ വെട്ടി മാറ്റിയില്ലോ. അതുപോലെ എൻ്റെ യേശു മധ്യാകാശത്തിൽ പോയി തൻ്റെ കാന്തയ്ക്ക് വീടൊരുക്കുവാൻ ഇന്ന് രാത്രി 9ാമത്തെ ഗ്രഹമായ പ്ലൂട്ടോ അത് പോയി. 8 ഗ്രഹങ്ങൾ. ജോഗ്രഫി ടീച്ചർ മഞ്ഞാലുമൂടി ചോദിച്ചാൽ മതി, അവർ പറയും 8 ഗ്രഹങ്ങൾ 9 കാണുന്നില്ല. ഇന്ന് അതിനെ അന്വേഷിച്ചാൽ നാസ പാർക്കറിനെ വിട്ടേക്കുന്നെങ്കിൽ 9ാമത്തെ ഗ്രഹമായ പ്ലൂട്ടോയെ വെട്ടി 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. അടുത്ത വാക്കൂടെ മോനെന്ന് വായിച്ചാട്ടെ, അവസാന വാക്കൂടെ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. മഞ്ഞാലുമൂട് പ്രാകല് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് ഉയർത്താം. ദാ കിടക്കുന്നു. അടുത്തതൂടെ കണ്ടോ? ജീവിക്കുവാൻ വേറെ 3 ഭൂമി. മലയാളം 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. ഇതെല്ലാം ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. 5 കമ്പാർട്ട്മെന്റ്. 1 മരിച്ചവരിൽ ആദ്യ ബലക്കറ്റയ ക്രിസ്തു.
2 സഭയാകുന്ന മണവാട്ടി. 3 പഴയ നിയമ വിശുദ്ധന്മാർ ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ. 4-മത്തത് ആരാണെന്നറിയാമോ? 2 പേർ ഇവിടെ വന്ന് മരിക്കും, ഹാനോക്കും ഏലിയാവും. 1 വാഴ്ത്തപ്പെട്ട കർത്താവ്, 2 സഭയാകുന്ന മണവാട്ടി, 3 ഹാനോക്ക് ഏലിയാവ്, 4 പഴയ നിയമ വിശുദ്ധന്മാർ, 5 പീഡാകാല രക്തസാക്ഷികൾ. 6000 കോടി വാസയോഗ്യ ഗ്രഹം മധ്യാകാശത്തിൽ ഒടുങ്ങി. 6000 crores compartment situated in Milky Way galaxy. അപ്പച്ചാ ഇന്ന് രാത്രി വീടൊരുങ്ങി. അമ്മച്ചേ ഇന്ന് രാത്രി വീടൊരുങ്ങി. സഹോദര ഇന്ന് രാത്രി വീടൊരുങ്ങി. പഠിക്കുന്ന മോനെ മകളെ ഇന്ന് രാത്രി വീടൊരുങ്ങി. നാം ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. സ്തോത്രം. അങ്ങനെ ഉണ്ടോ? ഇനിയും ഗൾഫിൽ പോയവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പോൾ ഉടനെ CISFകാർ പറഞ്ഞു, ചേട്ടാ വാ, പ്ലെയിൻ റെഡി, നമുക്ക് കയറിപ്പാം. അങ്ങനെ പറഞ്ഞു? ഇല്ലല്ലോ. ഒന്ന് കരമുയർത്തിയാട്ടെ. ഗൾഫിൽ പോയൊരു നാട്ടുകാരോട് നാളെ പറയണം 7 കാര്യം നടക്കണം. 1 പാസ്പോർട്ട്, 2 വിസ, 3 ടിക്കറ്റ്, 4 ബോർഡിംഗ് പാസ്, 5 ലഗേജ്, 6 എമിഗ്രേഷൻ കൗണ്ടർ ക്ലിയർ, 7 അവർ നമ്മുടെ പുറത്തൂടെ കീക്കി അടിക്കും, വല്ല കുഴപ്പമുണ്ടോന്ന്. സ്വോത്രം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒരു സീറ്റിൽ കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വിളിച്ചു പറയും, പ്ലെയിൻ വരാറായി, യാത്രക്കാർ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ 7 കാര്യം. 1 രക്ഷിക്കപ്പെടണം. ഇത് പറഞ്ഞില്ലേ ചോദിച്ചേട്ട യോഗം? എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം. 2 മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക, അത് കഴിഞ്ഞിട്ട് പിന്നെ കള്ളുകുടി, മദ്യപാനം, ഇതെല്ലാം മാറ്റണം. എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ മനുഷ്യനെ മാറ്റിക്കളയണം. അതിൻ്റെ മലയാളമാ വണ്ടി മാറിക്കയറുക. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രിയിൽ ഞാൻ കളിക്കാവിളായി മോൻ കൊണ്ടുവിടും. മോനിഷ്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ കേരളത്തിലേക്ക് വരുന്ന വണ്ടിയിൽ ഭയങ്കര തിരക്ക്. അപ്പം നാഗർകോവിലേക്ക് വരുന്ന വണ്ടി സീറ്റ് ഇരിക്കുന്നത്. സ്വോത്രം. ഞാൻ നാഗർകോവിൽ വണ്ടി കയറി എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? എൻ്റെ സ്വന്തം വീട്ടിൽ എവിടെ ചെല്ലാനാ? അതുകൊണ്ട് വണ്ടി മാറിക്കയറണം. റിപ്പൻറ്റൻസ് അർത്ഥം സ്വർഗത്തിലെത്തിക്കുന്ന വാഹനത്തിനകത്ത് നീ കയറണം. മാനസാന്തരപ്പെട്ട നീ എന്ത് വേണം? അനുതപിക്കണം. മുടിയമ്പുത്രൻ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. മാഞ്ഞാലുമുട്ടി പറഞ്ഞ അറിയായ്മയുടെ കാലത്ത് കൊട്ടേഷന് പോയി, നാട്ടുകാരെ വഴക്കിടാൻ പോയി. കർത്താവെ ക്ഷമിക്കണം. അവൻ്റെ വീട്ടിലല്ല, മുട്ടുമടക്കി അനുതപിക്കണം അറിയായ്മയുടെ കാലങ്ങളിലെ തെറ്റ്. 4 മാനസാന്തരപ്പെട്ട നീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുങ്ങി സ്നാനം ഏൽക്കണം. എന്താ സ്നാനം? സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷി. കരമുയരുന്നില്ലല്ലോ. 5 സ്നാനപ്പെട്ട നീ ദൈവസഭയെ വരാതെ കന്യാകുമാരി, നാഗർകോവിലും പുത്തരിക്കണ്ടടത്ത് മുങ്ങി നടക്കരുത്. സ്നാനപ്പെട്ട നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. 5. 6 കാൽവറി മരണം നിന്റെ ചങ്കിനകത്ത് ക്രിയ ചെയ്യുന്നത് വരെ ഒരു കാര്യം ചെയ്യണം, തിരുമേശയിൽ നീ പങ്കാളിയാകണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ അവൻ തകർക്കപ്പെട്ടെങ്കിൽ, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി അവൻ്റെ രക്തം എന്നെ കഴുകൽ പ്രാപിച്ചെങ്കിൽ, അവൻ മൂലം എൻ്റെ പാപത്തിന് വിടുതൽ ലഭിച്ചെങ്കിൽ, അവൻ്റെ മരണം എൻ്റെ ഉള്ളിൽ ഏകീഭവിക്കുന്നത് വരെ അവൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവാൻ പറഞ്ഞെങ്കിൽ, 6-മത്തെ കാര്യം തിരുമേശ. 7 നിങ്ങൾ എന്തോ ചെയ്യണം? കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ 7 അടിസ്ഥാനമുള്ള കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കുക, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി വചനപ്രകാരമുള്ള ദൈവസഭയെ ചേർക്കുവാൻ യേശു വരാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതോ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഈ സത്യവചനം കേട്ടിട്ട് വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പോകണമോ
യേശുവിന്റെ വരവിൽ എടുക്കപ്പെടണം. മഞ്ഞാലിമൂട് സഹിഷ്ണുതയോട് എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഈ സത്യവചനം കേട്ട് ഇന്ന് രാത്രി മടങ്ങി വരിക. യേശു വരാൻ കാലമായി. കഴിഞ്ഞ 3 ദിനങ്ങളിലും അന്ത്യദിനങ്ങളും യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും കേട്ടിട്ട് ഇന്ന് രാത്രി ഇതുവരെയും രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാത്ത ആരെങ്കിലും ഉണ്ട് സഹോദരാ, ആ കാൽവറിയിലേക്ക് നോക്കി ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. നാഥൻ വരാറായി. ഒരു സുപ്രഭാതത്തിൽ ഉക്രൈൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സ്തോത്രം. ഇന്ന് രാത്രി പറയാം. റഷ്യയുടെ 400 വിമാനങ്ങൾ, അതിനുശേഷം 80,000 പടയാളികൾ ഒരു കൊച്ചു രാഷ്ട്രമായ ഉക്രൈനിൽ കയറിയത്. അതുപോലെ ഈ തലമുറയിൽ ഇസ്രയേലിന്റെ മണ്ണിലേക്ക്, കീവ് ആ ഇസ്രയേലിന്റെ മണ്ണിൽ, ടെൽ അവീവ്, ജെറുസലേം, അഷ്കലോൺ, അഷ്തോ, സീനായ്, ഗോലാൻ, യാബ, താബ, അല്ലൗദ, ഡിമോണ, ഇവിടെയെല്ലാം അറബ് ലീഗിന്റെയും മറ്റ് രാഷ്ട്രങ്ങളിലെയും വിമാനങ്ങൾ കയറാൻ കാലമായി റഷ്യയുടെ നേതൃത്വത്തിൽ. ആ വിമാനത്തിന്റെ ഹുങ്കാരങ്ങൾ അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് കാന്തന്റെ ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കുവാൻ കാലമായി. ഇന്ന് രാത്രി ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുകയും. ഞാൻ നിർത്താൻ പോവുക. സാൽവേഷൻ ആർമിയുടെ കമാൻഡർ ഡോക്ടർ വില്യം ബൂത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അദ്ദേഹം പിന്നെ ഇവിടുത്തെ ബ്രിട്ടനിലെ ഏറ്റവും വലിയ പോലീസ് ഓഫീസറായിരുന്നു. അതുകൊണ്ടായി സാൽവേഷൻ ആർമിക്കാർക്കെല്ലാം 2 സ്റ്റാർ. അപ്പോൾ അവിടെ വില്യം ബൂത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ച സാൽവേഷൻ ആർമി ബ്രിട്ടനിൽ. അവിടെ ഭയങ്കര പാട്ടും ആരാധനയും. ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ 1 കിലോമീറ്റർ ദൂരെയുള്ള ചെരുപ്പ് കുത്തിയുടെ വീട്ടിലിരിക്കുന്ന ഒരു മകനുണ്ട്. അവൻ്റെ പേര് സാമുവൽ ബർഗ്. അവൻ എന്തോ ചെയ്തു, ഈ ചർച്ചിനകത്തേക്ക് ചെന്നു. അവിടെ കൺവെൻഷൻ നടക്കുന്നിടത്ത് അവൻ ചെന്നപ്പോൾ അവനോട് ചോദിച്ചു, നിന്റെ ജോലിയും? അവർ ചെരുപ്പ് കുത്തിയുടെ മകനാ. പാൻ പറഞ്ഞു, ഇത് ബ്രിട്ടനിലെ പോലീസ് ഓഫീസർമാർ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചർച്ച, നിനക്ക് വരാൻ യോഗ്യതയില്ല. ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പോയി. 2ാം വർഷം വീണ്ടും അവൻ അവിടെ ചെന്നു കൺവെൻഷന് ഒന്ന് കയറാൻ. അപ്പോൾ അവർ പറഞ്ഞു, നിന്നോട് കഴിഞ്ഞ വർഷം പറഞ്ഞല്ലേ ഇവിടെ വരരുതെന്ന്. സ്തോത്രം. 3ാമത്തെ വർഷം അവൻ അവിടെ ചെന്നു. പകലാ ചെന്നത്. അവൻ പറഞ്ഞു, കൺവെൻഷന് വന്നതല്ല, പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പ്രസിഡന്റ് ഇപ്പോൾ വെറുതെ ഇരിക്കുക, അവിടെ ചെല്ലാൻ പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ അവിടെ ചെന്നിട്ട് പ്രസിഡന്റ് ചോദിച്ചു, നിനക്ക് ചർച്ചിൽ ആരാധിക്കണം? പറ്റത്തില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നീ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനാ, സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷേ നിനക്കൊരു ജോലിയുണ്ട്. ഇവിടെ വരുന്ന എല്ലാം പട്ടാളത്തിൻ്റെ പോലീസിൻ്റെ നല്ല മേജർമാരാ. അവരുടെ ഷൂ നീ പരക്കകത്തിരുന്ന് തുടച്ചോണം. സ്വത്രം, നിനക്ക് കഞ്ഞി കിട്ടും, ആരാധന കേൾക്കാം. 16 വർഷം ഈ ചെറുപ്പക്കാരൻ ഷൂ പരക്കകത്തിരുന്ന് ബൈബിളും വായിച്ച് ഷൂ തുടച്ചു. കേൾക്കണം നിങ്ങൾ. 16ാം വർഷം ബ്രിട്ടനിൽ സാൽവേഷൻ ആർമിയുടെ കൺവെൻഷൻ നടക്കുന്നു. 2 ദിവസം ബ്രിട്ടനിലുള്ള ആൾക്കാർ, ശനിയും ഞായറും അമേരിക്കയിലെ മിഷണറിയാണ്. രാവിലെ അമേരിക്കൻ മിഷണറി ഫോൺ ചെയ്ത്, എനിക്ക് സുഖമില്ല, ഞാൻ യോഗത്തിന് വരത്തില്ല. 1000 പങ്കെടുക്കുന്ന കൺവെൻഷനാണ്. അന്ന് സംഭവിച്ചതെന്ത്? വില്യം ബൂത്ത് എവിടെ പോയെന്നറിയാമോ? പ്രാർത്ഥനാ മുറി ചെന്നിട്ട് കരഞ്ഞു. സ്വർഗത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് രാത്രി പ്രസംഗിക്കാൻ ആരുമില്ല. ആ സമയത്ത് സ്വർഗം അവൻ്റെ കർണപുടത്തിൽ പറഞ്ഞു, നിന്റെ ഷൂ പരയ്ക്കകത്ത് 16 വർഷമായിട്ട് ഒരുവൻ ഷൂ തുടയ്ക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവനെ സ്റ്റേജിനകത്ത് കയറ്റണം. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ദർശനത്തിനൊരവധിയുണ്ട്, കണ്ണുനീരിനൊരു മറുപടിയുണ്ട്. യോസഫേ, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും അതിൻ്റെ അപ്പുറത്ത് നിന്നെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ പടർത്തുക. സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വില്യം ബൂത്ത് ഓടിച്ചെന്ന് അവനെ വിളിച്ചു. അവനോട് ചോദിച്ചു, നിനക്ക് വൈകിട്ട് പ്രസംഗിക്കാൻ? സ്വർഗം പറഞ്ഞു. അവൻ ബൈബിൾ ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. അന്ന് രാത്രി ഒരു ചെരുപ്പുകുത്തിയുടെ മകൻ ലണ്ടൻ പട്ടണത്തിനകത്ത് പ്രസംഗിച്ചു. 3000 പേർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ദൈവമാര്, ഇതാ കർത്താവിൻ്റെ വചനം. പിറ്റേന്ന് ഞായറാഴ്ച രാത്രി കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ തീർന്ന് ചെറുപ്പക്കാരൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വില്യം ബൂത്ത് സ്റ്റേജിൽ കൂടി പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ രാജിവെക്കുക. നാളെ രാവിലെ മുതൽ സാൽവേഷൻ ആർമിയുടെ ചീഫാര ചെരുപ്പുകുത്തിയുടെ മകനായ സാമുവേൽ ബർഗ് ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി നിർണയപ്രകാരം വചനമെടുത്തവർക്ക്, കഷ്ടതയുടെ പടവുകളിൽ കൂടി കടന്നു പോയവർക്ക്, അല്പ പ്രയാസം വന്നാലും ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല.
നാട്ടുകാർ മറന്നു കാണും. ഒരുപക്ഷെ നിനക്ക് PhD തിയോളജിയും കാണത്തില്ല. പക്ഷേ 16 വർഷം അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നപ്പോൾ സാമുവൽ ബർഗിനെ ഉയർത്തുക സർവശക്തൻ്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ആ കരം തളർന്ന കരമല്ല മഞ്ഞാലുമൂട്ടിൽ. സാമുവൽ ബർഗിന് വേണ്ടി മാത്രമല്ല, എൻ്റെ തലമുറകളുടെ വിടുതലിന് വേണ്ടിയോ അവൻ്റെ കരമിറങ്ങി വരുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിലേക്ക് പരമയാഗത്തിൻ്റെ ഒരു യാത്രയാ. അവൻ്റെ ശരീരം മുഴുവൻ ഈയക്കട്ടയും വാളച്ചൂണ്ടയോ ആകെ കീറി 39 അടികൾ ഏറ്റുവാങ്ങി 156 മുള്ളുള്ളൊരു കിരീടം അവനെ അടുപ്പിച്ചു. പീലാത്തോസിൻ്റെ കരങ്ങളാൽ തീർത്ത കാരിരും വാണികൾ എൻ്റെ യേശുവിൻ്റെ ശരീരത്തിലേക്ക് കൊത്തിയിറക്കി. സങ്കീർത്തനം 22 തൊടുന്നത് പോലെ, ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അസ്ഥികളൊക്കെയും തൂങ്ങിപ്പോകുന്നു, എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ വണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, എനിക്ക് കുടിക്കുവാൻ കയ്പ് കാടി തന്നു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. ഇന്ന് രാത്രി സകലതും നിവർത്തിയായി. സ്തോത്രം. ഇതുപോലൊരു മരണം ഉലകം കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു മരണം ഉലകം കണ്ടിട്ടുള്ളൂ. നാം ചെയ്ത പാപത്തിന് വേണ്ടി അവൻ്റെ ശരീരത്തിൽ 156 മുള്ളുള്ളൊരു കിരീടം തലയിൽ 39 അടികൾ ഏറ്റുവാങ്ങി. ഇന്ന് രാത്രി സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമേ. അവിടെ അത് കാണുമ്പോൾ പത്മോസിൽ യോഹന്നാൻ കാണുന്ന ഒരു ദർശനമുണ്ട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപഠിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു. യോഹന്നാനെ തൊട്ടു. ആദ്യൻ അന്ത്യൻ. ഇന്ന് രാത്രി പറയണം, അവൻ മേഘാരൂഢനായി 10,000 പേര് സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മഞ്ഞാലിമൂടെ പ്രാകല് കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ട്. വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവരവരുടെ പട്ടാളക്കാരെ ഒഴിച്ചു മാറ്റുന്നത് പോലെ ഇവിടെ ഒരു 3-4 ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. എഴുന്നേൽക്കാം. കൊയറിനോട് ചേർന്ന് ആരും ഗ്രൗണ്ട് വിട്ടു പോകായി. അവൻ വരാറായി. അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കൊയറിനോട് ചേർന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കുഞ്ഞാട് 10,000 പേർ സുന്ദരനായി മധ്യാകാശത്തിൽ വരാറ്. എല്ലാ കരങ്ങളും അടിച്ച് ശബ്ദം എല്ലാ കരങ്ങളും അടിച്ച് എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട
കണ്ടുവരിച്ചു നീ വലകിടുമ്പോൾ ശക്തിയോടെ വിശ്വാസമാപ്പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുവരിച്ചു നീ വലകിടുമ്പോൾ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാതെ ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാതെ ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് ആ കിരീടമൊന്ന് ധരിപ്പിക്കും അവനെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് ആ കിരീടമൊന്ന് ധരിപ്പിക്കും അവനെ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൽ വിളക്കാതെ ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാതെ ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് ആ കിരീടമൊന്ന് ധരിപ്പിക്കും അവനെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് ആ കിരീടമൊന്ന് ധരിപ്പിക്കും അവനെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമം അത്ഭുതങ്ങളാകട്ടെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമം അത്ഭുതങ്ങളാകട്ടെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഭാരപ്രയാസങ്ങൾ വന്നിടിലും എല്ലപ്പോഴും ഭാരപ്രയാസങ്ങൾ വന്നിടിലും എല്ലപ്പോഴും തുകയില്ലായത്. ബുദ്ധിക്കതീതമം പുതിയ സമാധാനം എന്റെ ഉള്ളവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമം പുതിയ സമാധാനം എന്റെ ഉള്ളവൻ. ആമേൻ. സാധ്യമേ, സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഓ, സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും. ബുദ്ധിക്കതീതമം ശക്തിയെന്ന് ബുദ്ധിക്കതീതമം ശക്തിയെന്ന് ഉറച്ചെന്നെ ജയാളിയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. 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 സാധ്യമേ.